നാളെയാണ് നിക്കാഹ്. അപ്പൊ എന്താ വെച്ചാൽ ഇന്ന് കുറച്ച് പരിപാടികളുണ്ട്. ഇന്നിപ്പോ എന്താ വെച്ചാൽ നമ്മള് പെണ്ണിന്റെ വീട്ടിൽ നമുക്കൊരു കത്ത് തന്നീനി. അപ്പൊ ആ കത്ത് പൂരിപ്പിച്ചിട്ട് ഇന്ന് പെണ്ണിന്റെ മഹലിൽ നമ്മൾ എന്ത് ചെയ്യണം? കൊണ്ടേ കൊടുക്കണം. അപ്പൊ അത് കൊടുക്കണതിന് മുമ്പ് ഇവനോട് എനിക്ക് ആ കത്തൊന്ന് വായിച്ച് കേൾപ്പിച്ചു കൊടുക്കണമെന്നുണ്ട്. അനക്കും വേണ്ടി ഞാൻ എന്ത് ചെയ്യണേ, ആ കത്ത് ഞാനൊന്ന് വായിച്ച് കേൾപ്പിച്ചു. അനക്ക് വേണ്ടി മാത്രല്ല, ഇവരെല്ലാവർക്കും വേണ്ടിയാണ് ഞാൻ ഈ കത്ത് വായിപ്പിച്ച് കേൾപ്പിച്ചത്. ഇതെല്ലാ നാട്ടിലും ഉണ്ടാവും ഈ കത്ത്. അല്ല, ഞാൻ വായിച്ചുതരാം, വായിക്കണേക്ക്. മഹലിന്റെ പേരുണ്ട്, പിന്നെ ജമാഅത്തിന്റെ പരിധിയിൽ താമസിച്ചു വരുന്ന ഞങ്ങളുടെ കുടുംബം വിവാഹാഘോഷവുമായി ബന്ധപ്പെട്ട അനിസ്ലാമിക നടപടികളും പൊതുജനങ്ങൾക്കും, ശ്രദ്ധിക്കണം കേട്ടോ, സമാധാനകാംക്ഷികൾക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ആഭാസങ്ങളും അനുവദിക്കുകയില്ലെന്ന് ദീനുൽ ഇസ്ലാമിന്റെ പേരിൽ പ്രതിജ്ഞ ചെയ്യുന്നു. അതാണ് സത്യപ്രതിജ്ഞ. പിന്നെ കൊടുത്ത അടുത്ത പോയിന്റ്, പവിത്രമായ വിവാഹകർമ്മത്തിന്റെ ഗൗരവം ഞങ്ങൾ മനസ്സിലാക്കുന്നു. ധൂർത്തും ആഡംബരവും ഒഴിവാക്കാവുന്നതാണ്. അടുത്ത പോയിന്റ്, വിവാഹ തലേന്ന് വിവാഹ സൽക്കാരം പോലെ വിപുലമായ സദ്യ ഒരുക്കുക. ഗാനമേള പോലുള്ള ശബ്ദഘോഷങ്ങൾ, മദ്യപാനത്തിലേക്ക് പ്രേരിപ്പിക്കുന്ന സാഹചര്യങ്ങൾ എന്നിവ ഉണ്ടാക്കുകയില്ലെന്ന് ഞങ്ങൾ ഉറപ്പ് നൽകുന്നു. അതൊക്കെ ഓക്കെ, അതിനൊന്നും നിങ്ങൾ എനിക്കറിയാം. അടുത്ത പോയിന്റ്, മഹല്ല് കമ്മിറ്റിയിൽ നിന്നും വരനും വധുവിനും അനുവദിച്ചിട്ടുള്ള വിവാഹ ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ്, അതായത് സ്വഭാവ സർട്ടിഫിക്കറ്റ് അനുസരിച്ച് ഇരുവരുടെയും മഹല്ല് കമ്മിറ്റിയും കാരണവന്മാരുമായുള്ള ധാരണയുടെയും വിശ്വാസത്തിന്റെയും അടിസ്ഥാനത്തിൽ കൂടിയാണ് ഞങ്ങളുടെ വിവാഹം നടക്കുന്നതെന്ന് ഞങ്ങൾക്ക് ബോധ്യമുണ്ട്. ആ കരാറിന് വിരുദ്ധമായി രണ്ടുപേരുടെയും മഹല്ലുകൾക്ക് ദോഷകരമായ കാര്യങ്ങൾ ഞങ്ങളിൽ നിന്നുണ്ടാവില്ല. നോട്ട് ദ പോയിന്റ്. ഓക്കെ, ഇനി അടുത്ത പോയിന്റ്, അത് നിങ്ങൾക്ക് ഓരോരുത്തർക്കുള്ള നെഞ്ചത്തിലുള്ള കൊട്ടാണ്. നോക്കട്ടോ, പടക്കം പൊട്ടിക്കുക, ഗിൽറ്റ് പൊടി വിതറുക, ആഭാസകരമായ പ്രകടനങ്ങളും മറ്റും നടത്തുക, വാഹനങ്ങൾ കൊണ്ട് നിയമവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട് വഴി തടസ്സപ്പെടുത്തുക തുടങ്ങി ഇസ്ലാമിനും മുസ്ലിങ്ങൾക്കും മാത്രമല്ല നാട്ടിലെ മറ്റു പൊതു വിഭാഗങ്ങൾക്കും പ്രയാസമുണ്ടാക്കുന്നതും സാമാന്യബോധ്യത്തിന് നിരക്കാത്തതുമായ പ്രവർത്തനങ്ങൾ ഞങ്ങളുടെ വിവാഹ ചടങ്ങുകളുമായി ബന്ധപ്പെട്ട് ഒരു ഘട്ടത്തിലും ഉണ്ടാവുന്നതല്ലെന്ന് ഞങ്ങൾ ഉറപ്പ് തരുന്നു. അതായത് പൊതുജനങ്ങൾക്ക് ശല്യം ഉണ്ടാകുന്ന കാര്യം വരെ ഒരു നമ്മളെ വിവാഹമായിട്ട് എന്ത് ചെയ്യാൻ പാടില്ല, ഉണ്ടാകാൻ പാടില്ല. കാരണം റോട്ടിലൊക്കെ ഇഷ്ടംപോലെ മനുഷ്യന്മാർ പല ആവശ്യങ്ങൾക്ക് പോകണലുണ്ടാവും, ഹോസ്പിറ്റൽ കേസ് പോകണലുണ്ടാവും, കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഓൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന തരത്തിൽ പോലും ഒരു കാര്യം നമ്മൾ കൊണ്ടൊരു അടങ്ങേറ് ആർക്കും ഉണ്ടാവരുത് എന്നാണ് ഒരു ഉദ്ദേശിക്കുന്നത്. അപ്പൊ ആ കാര്യങ്ങളൊക്കെ മനസ്സിൽ വെക്കണം. കഴിഞ്ഞില്ല, എന്നിട്ട് എനിക്ക് സംസാരിക്കാൻ അവസരം തരുന്നുണ്ട്, വെയിറ്റ്. പിന്നെ മേൽ വ്യവസ്ഥകൾ വിശ്വാസി എന്ന നിലയിൽ ഞങ്ങളും ബന്ധുക്കളും സ്നേഹിതരും പാലിക്കുമെന്നും പൂർണ്ണമായ അച്ചടക്കം പാലിക്കുമെന്നും വരന്റെ സംഘത്തിൽ കുടുംബത്തിലെ മുതിർന്നവരുടെ സാന്നിധ്യം ഉറപ്പുവരുത്തുമെന്നും ഞങ്ങൾ ഉറപ്പു തരുന്നു. മേലുറപ്പുകൾക്ക് ഭംഗം വരുത്തിയ മഹല്ല് ജമാഅത്തിനും ഞങ്ങൾക്കും പ്രയാസമുണ്ടാക്കുന്ന നടപടികൾ ഉണ്ടാവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുന്നതാണ്. അടിയിലാക്കണ വരൻ്റെ ഒപ്പ്, മഹല്ലിൻ്റെ കാലിൻ്റെ ഒപ്പ്, രക്ഷിതാവിൻ്റെ ഒപ്പ്, പ്രസിഡന്റിൻ്റെ ഒപ്പ്, എല്ലാവരും ഒപ്പുണ്ട്. ഇതാണ് ഇതിൻ്റെ ആകത്തുക ചുരുക്കപ്പട്ടിക. അതിൽ നമ്മളിതാ ചൊറുക്കിൽ എൻ്റെ ഒരു ഫോട്ടോ ഒട്ടിച്ചാണ്ട് അത് കൊടുക്കും. ഇത് അതായത് അതിൻ്റെ നിബന്ധനകളാട്ടോ. ബാക്കി മഹല്ലുമായി ബന്ധപ്പെട്ടുള്ള മറ്റു കാര്യങ്ങളും വിവരങ്ങളും കാര്യങ്ങളൊക്കെ അതാ ഈ ഒരു ഇതിലാണ് നമ്മൾ ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇതിൽ ഇനി എൻ്റെ ചൊറുക്കിലൊരു ഫോട്ടോ മേലെ ഒട്ടിച്ചാൽ ഈ പരിപാടി കഴിഞ്ഞു. ഞാനൊക്കെ പറയാലോ. ഫസ്റ്റത്തെ ലെറ്റർ അടിക്കുക, ഫസ്റ്റത്തെ ലെറ്റർ തന്നെ. ഇതിൽ എനിക്കൊരു ഡൗട്ട് ഇല്ല, എന്താ വെച്ചാൽ ഇത് നൂറുൽ ഹുദ അത് പേര് പറയാം. ഓക്കെ, ഈ ഒരു സംഭവം, ഈ ഒരു കമ്മിറ്റി ഉണ്ടല്ലോ, ഇവർ തന്ന ലെറ്ററാണിത്. അപ്പം നോർമലി നമ്മൾ മുസ്ലിങ്ങൾ എവിടെയാണ് നിക്കാഹ് നടത്തല്? പള്ളിയിൽ. ഇത് ഓര് തന്ന ഈ പട്ടിക ഉണ്ടല്ലോ, ഇത് പള്ളിന്റെ ഉള്ളിൽ ഓൽക്ക് ഉണ്ടാക്കരുത് എന്ന് പറഞ്ഞിട്ടുള്ള ലെറ്ററാണ്. ബുദ്ധിമുട്ടോ എന്താണെന്നുണ്ടെങ്കിൽ പള്ളിന്റെ ഉള്ളിൽ അത് ചെയ്യരുത് എന്ന് പള്ളിന്റെ ഉള്ളിൽ മാത്രല്ല, അതായത് ഈ പറഞ്ഞ കാര്യങ്ങൾ ഇവിടെ എഴുതിയിരിക്കണ ഞാൻ കാണിച്ചതാ. മഹല്ല് ജമാഅത്തിനും ജനങ്ങൾക്കും പ്രയാസം ഉണ്ടാക്കുന്ന നടപടികൾ. അതായത് ആ മഹല്ല് ജമാഅത്തും ജനങ്ങൾ എന്ന് പറഞ്ഞാൽ ആ ഒരു മഹല്ലിലെ ആ പൊതുജനങ്ങൾ മുഴുവൻ അതിൽ പെടും. അത് പള്ളിന്റെ ഉള്ളിൽ തന്നെ നിക്കാഹ് നടക്കണമെന്നില്ല. അതായത് നിക്കാഹുമായി ബന്ധപ്പെട്ടുള്ള ഈ ഇതിൽ പറഞ്ഞ കുറെ ആഭാസ പ്രവർത്തനങ്ങളുണ്ട്. അതൊന്നും ഒന്നാമത് ഇസ്ലാമികമല്ല എന്ന് ഓല് പറയണത്. പിന്നെ ഓല് പറയണല്ല അങ്ങനെയാണ്. അപ്പൊ എന്താ വെച്ചാല് നമ്മളെ സൈഡിൽ നിന്ന് ഇന്നാ തന്നെ നമ്മൾ ചെയ്യണതിൽ പല മിസ്റ്റേക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ എന്താ വെച്ചാൽ ഈ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ മസ്റ്റായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്യണത് നിങ്ങളോട് പറയണത്. അപ്പൊ ഞാൻ ഒരു കാര്യം പറയട്ടെ, ആഭാസ പ്രവർത്തികൾ എന്ന് പറഞ്ഞല്ലോ, ഞങ്ങൾ നൈസ് അർഷന്റെ ഒക്കെ കല്യാണത്തിന് ചെയ്യാൻ ഞാനൊക്കെ ഡാൻസ് കളിക്കൊന്നും കുഴപ്പമില്ല. ഡാൻസ് കളിക്കരുത്, ഡാൻസ് ഞാൻ പറഞ്ഞത് അല്ല. ഞാൻ ഒരു കാര്യം പറയണത്, കുറച്ച് കൂട്ടത്തിൽ കാര്യഗൗരവമില്ല ഒരാള്. ഇജ്ജാണ് എന്ത് ചെയ്യേണ്ടത്,
ഈ ചെറിയ കുട്ടികളൊക്കെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടത്. അത് മനസ്സിലാക്കും നമ്മള്. പക്ഷെ നമ്മള് പറഞ്ഞു ഇജ്ജന്നെ കൊടി പിടിച്ച് മുന്നിൽ എന്താ പിന്നെ അങ്ങനെ വേദിയിൽ നമുക്ക് ഡാൻസും കാര്യങ്ങളൊന്നും വേണ്ട. വേദിയിലല്ല, വേദിയിൽ എവിടെ കളിക്കുന്നത്? നമ്മള് പുറത്ത് പൊടി പാറ ഡാൻസ് ആണ് നാളെ. മഹല്ല് കമ്മിറ്റിക്കാർക്ക് ഞാൻ പറയട്ടെ, മഹല്ല് കമ്മിറ്റിക്കാർക്കോ ആ നിക്കാഹിന് വന്ന ആളുകൾക്കോ ആ കുടുംബത്തിൽ റിലേറ്റഡ് ആയിട്ടുള്ള ആളുകൾക്കോ എൻ്റെ കുടുംബത്തിൽ റിലേറ്റഡ് ആയിട്ടുള്ള ആളുകൾക്കോ ഒന്നും ഒരു ബുദ്ധിമുട്ട് വരില്ല. കാരണം എന്താ പറയുക, ആ ഒരു നടക്കാൻ പോകുന്ന ഓഡിറ്റോറിയത്തിന്റെ ബാക്കിൽ ഒരു കവുങ്ങുമൂച്ചി തോട്ടണ്ട് കാരണം അവിടെ നമ്മളെ ഫുൾ പരിപാടികൾ നടക്കാൻ പോകുന്നത് ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. നാളെ നല്ല കുട്ടികളെ ചടങ്ങി, കാരണം ഒരു പവിത്രമായ ഒരു ചടങ്ങാണ്. അപ്പൊ നമ്മൾ അതിന്റെ പ്രാധാന്യം നമ്മൾ കൊടുക്കണം. എന്നാ ഞാൻ പറയട്ടെ, ഇജി നിക്കാഹ് കഴിഞ്ഞിട്ട് തിരിച്ചു വരുന്ന ടൈമില്ലേ, അപ്പൊ നമുക്ക് ഇവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് ഫുൾ എൻജോയ്മെന്റ് ചെയ്താലോ? അതാ പറഞ്ഞത്, പൊതുജനങ്ങളില്ല, അതൊക്കെ ഐഡിയകൾ എടുത്തിട്ടുണ്ട്. അല്ല, അതായത് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടായത് എന്നാ 2 മണിക്കൂറിന് ഒരു ഓഡിറ്റോറിയം മുക്കിയ അല്ല. അതേ പറഞ്ഞത്, ഞാൻ ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എങ്ങനെ വെച്ചാൽ ഞാൻ ഒരു ദിവസം നിന്ന് തരും. അത്ര എനിക്ക് പറയാനുള്ളൂ. അതിലെന്താ ഗ്യാരണ്ടിയാണ്. ഈ ഗ്യാരണ്ടിയിൽ എനിക്ക് 100% വിശ്വാസമല്ല. കാരണം എന്താ പറയുക, അർഷിക്ക് വ്യത്യാസമല്ല, വിശ്വാസമല്ല. എനിക്ക് ഒറ്റ കാര്യം പറയാനുള്ളൂ ബാസിലെ, നമ്മൾ കല്യാണം അടിച്ചു പൊളിക്കും. പക്ഷെ കല്യാണം എന്റെ വീട്ടിലത്തെ പരിപാടിക്ക് ഞങ്ങൾക്ക് ഇതിനേക്കാളും കുറച്ച് ഇളവുകൾ ഞാൻ തരും. ഏതൊക്കെ എന്നോട് ഇപ്പൊ ചോദിക്കരുത്, ഞാൻ തരും. അതല്ല, ഇതെന്ന് പറഞ്ഞാൽ നമ്മള് പെണ്ണിന്റെ വീട്ടിൽ പോവാണ്. അപ്പൊ നമ്മളതായുള്ള ഒരു ഇത് നമ്മൾ കീപ്പ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഞാൻ ഈ ക്യാമറയിൽ മുൻനിർത്തി നിങ്ങളോട് ചോദിക്കാണ്, പ്രേക്ഷകരെ, നമ്മുടെ സ്വഭാവം, തനി സ്വഭാവം നമ്മളെല്ലാവരും കാണിക്കണ്ടേ? നമ്മൾ ഈ കല്യാണത്തിന് പെണ്ണിന്റെ പെരിയത്ത് നിൽക്കാനും നമ്മൾ നല്ല കുട്ടി, നമ്മുടെ പെരിയത്ത് നിൽക്കാനും തോന്നിയ ദിവസം കാട്ടിയാണ് നിർത്തിട്ട് കാര്യമുണ്ടോ? അല്ല, മറ്റേ പറഞ്ഞ എൻജോയ്മെന്റ് ചില ഇളവുകൾ ഞാൻ തരാം. ആ ഇളവുകൾ നമുക്ക് കിട്ടൂല. ഇന്റെ ഒരു ലിമിറ്റ് അനുസരിച്ച് കുറച്ച് അളവുകൾ ഉണ്ട്, അത് ഞാൻ തരും. ഇല്ല, ഓളെ ഫാമിലിയെ പറയില്ല, കളിക്കരുത്. അപ്പൊ ഞാൻ ചാടും. അല്ലല്ല, അങ്ങനല്ല, ഓലെ പറയില്ല. പിന്നെ പറഞ്ഞാൽ നമ്മളെ ഞാൻ പറയുന്നവരെ കേൾക്കേണ്ട ആളെ. ഇന്നും നാളെയും മറ്റന്നാളും ഇങ്ങളെ ഫുൾ ഷെഡ്യൂൾ അടക്കം, നിങ്ങൾ എപ്പോൾ എണീക്കണം, എപ്പോൾ ഉറങ്ങണം അടക്കം തുടങ്ങി, നിങ്ങളെ എങ്ങോട്ടൊക്കെ പോകണം, എങ്ങോട്ടൊക്കെ പോകണ്ടെന്നടക്കം തീരുമാനിക്കണേ ഞാനാണ്. ഈ 3 ദിവസം അത് ഞാനായിട്ട് തീരുമാനിക്കും. നിങ്ങൾ അതേമാതിരി ചെയ്യും. ചുരുക്കി പറഞ്ഞാൽ ഞങ്ങൾ 2 ദിവസം റോബോട്ടായി പ്രവർത്തിക്കേണ്ടി വരും. നിങ്ങൾ അങ്ങനെ വിചാരിച്ചാൽ അങ്ങനെ വിചാരിക്കും. പക്ഷെ ഇതിനൊക്കെ ഞങ്ങൾക്ക് നല്ലൊരു സംഭവം, റോബോട്ട് പ്രവർത്തിക്കണമെങ്കിൽ ചാർജ് കയറണം. ചാർജ് ഞാൻ തരും മുത്തേ. എന്താ ചിങ്ങക്ക് ഞാൻ ചെയ്തു തരും. നിങ്ങൾ എനിക്ക് ചെയ്തിട്ടുണ്ട് ഈ ഒരു കാര്യങ്ങളാണ്. അത് ഞങ്ങൾ ചെയ്തു 100%. ഇജിപ്പോ പറഞ്ഞ പട്ടികയിലുള്ള സാധനങ്ങളും അല്ലാത്തതൊക്കെ ഞങ്ങൾ ചെയ്തു. എനിക്ക് ഉറപ്പല്ലേ? അല്ലാത്ത എനിക്ക് വേണം, പറഞ്ഞില്ലല്ലോ മതി. അല്ലാതെ പറഞ്ഞില്ലേ, ഞാൻ പറയട്ടെ, എനിക്ക് എൻജോയ്മെന്റ് ഞാൻ തന്നിരിക്കും. നാളത്തെ ഒരു ദിവസം ഒരു പൊടിക്ക് അടങ്ങി നിൽക്കുക. അത് കഴിഞ്ഞാല് ഞാൻ എങ്ങനെ അടങ്ങി നിൽക്കണ്ടേ? ഒരു സാങ്കല്പിക സാധനം കാണിച്ചെടുക്കുക. എങ്ങനെ ഞാനില്ല ഇപ്പൊ ഇതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളോട് ഒഴിവാക്കുക. അല്ലാതെ നിങ്ങളതായില്ല ചെറിയ കൈ ഇതിൽ എയർഗണ്ണ് പൊട്ടിക്കരുത് എന്നൊന്നും പറഞ്ഞിട്ടില്ല. അതൊക്കെ പൊട്ടിക്കാറ്റോ? എടാ, ഇതിൽ പടക്കം പൊട്ടിക്കരുത് പറഞ്ഞാൽ ടോ 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 എന്ന് വരുന്ന എല്ലാ സാധനങ്ങളും ആ ഒരു വിഭാഗത്തിൽ വരുന്നതാണ്. മനസ്സിലായോ? അതായത് പൊട്ടല് വാട്ടർ ബലൂൺ പറഞ്ഞാലോ പറ്റൂല. അതൊക്കെ ഈ ഒരു കാറ്റഗറിയിൽ വരുന്നത്. ഇതിങ്ങനെ ചോറ് എന്ന് പറഞ്ഞാൽ തിരുത്തി പറഞ്ഞതിന്റെ ആവശ്യമില്ല. ഇത് വായിച്ചുമ്പോ നമുക്ക് അതാണ് ഇതിലൊരു പോയിന്റ് ഉണ്ട്. നിങ്ങൾ മനസ്സിലായോ? ഒരു മിനിറ്റ് ഞാൻ പറഞ്ഞുതരാം. ഇതാ, സാമാന്യ ബോധത്തിന് നിരക്കാത്തതുമായ പ്രവർത്തനങ്ങൾ. സാമാന്യ ബോധം എന്ന് പറഞ്ഞാൽ അതാണ്. അത് നമുക്കൊരു സാമാന്യ ബോധം ഉണ്ട്. അപ്പൊ അതിന് നിരക്കാത്ത എന്താ അല്ലാത്ത ഏതോന്ന് തിരിച്ചറിയൽ കഴിവ് നമുക്കുണ്ട്. അപ്പൊ അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യാ, പ്രവർത്തിക്കാം. അപ്പൊ നമ്മളിപ്പം പിന്നെ 2 വാക്ക് സംസാരിക്കാൻ അർച്ചനെ വിളിച്ചെടുത്തേ. എനിക്ക് പറയാനുണ്ട്. ഞാൻ എന്തായാലും തളർന്നു ഇവന്റെ ഈ ഡയലോഗും. നമ്മളെ തളർത്തടാ, നമ്മളെ ചതിക്കേനി. എനിക്കറിയാം ഒരുപാട് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഞാൻ പറയണതൊക്കെ. പക്ഷെ എനിക്കും വേണ്ടി ഈ ഒരു കാര്യങ്ങൾ എനിക്ക് എന്ത് ചെയ്യണം, അത് മാത്രമേ ഇങ്ങോട്ട് ആവശ്യപ്പെടുന്നുള്ളൂ. വേറെ ഒന്നും എനിക്ക് ഇങ്ങോട്ട് ആവശ്യപ്പെടല്ല. ഈ ഒരു പരിപാടി ഗ്രൂപ്പിൽ ഒരു 5-6 മിനിറ്റ് ഉണ്ടാവില്ലേ വോയിസ്, ഒറ്റ വോയിസ് ആയിട്ടത് ഡീറ്റെയിൽ ആയിട്ട്. അല്ല, ആകെ പറഞ്ഞ ഒറ്റ വാക്കുള്ളൂ, നാളെ നിങ്ങൾ നേരത്തെ വരണം. അതായത് എപ്പോഴാണ് 8 മണിക്കോ ഇറങ്ങുന്നത്? അതായത് ഇറങ്ങണീന്റെ ഒരു 1.5 മണിക്കൂർ മുമ്പ്. അതായത് ഇവരെന്താ വെച്ചാൽ എണീക്കൂല, രാവിലെ എണീക്കൂല. അപ്പം അതിനു വേണ്ടിയാണ്ട് ഞാൻ ഇവരോട് പറഞ്ഞിട്ടുണ്ട്, നേരത്തെ വരണം പറയും. അപ്പം അങ്ങനെയൊക്കെയാണ്. പിന്നെ ബാസിൽ പറഞ്ഞ് അവനക്ക് ഗ്രൂം ട്യൂബ് വേണ്ട, പിന്നെ അങ്ങനത്തെ പരിപാടികളൊന്നും വേണ്ട, നമുക്ക് നിക്കാൻ നമ്മൾ ബാക്കിൽ ഇങ്ങനെ നിന്ന് കൊടുത്താൽ പറഞ്ഞത്. കൂടെ ഇടം വലങ്ങൾ ഇങ്ങനെ ഉണ്ടാവണം, അത് മതി. പിന്നെ തരോ എനിക്ക് ജീവനുള്ള നിങ്ങളിന്റെ കൂടെ. ഞങ്ങൾക്കൊക്കെ എന്താ വെച്ചാൽ ഞങ്ങൾക്ക് വെറുതെ കഴിയില്ല. അതാണ് ഒരു സീന്.
എന്തെങ്കിലും ഇങ്ങനെ അല്ലേ നാളെ ഇത്രയും പറഞ്ഞിട്ട് ഞങ്ങൾ വെറുതെ നോക്കും മാക്സിമം ഞങ്ങൾ കൈ അതിന് ഞാൻ സ്റ്റേജ് റൂം ഒഴിച്ചിടിപ്പിച്ചിരിക്കണേ ഞങ്ങൾക്ക് പരിപ്പ് കൂടി കഴിഞ്ഞാൽ നമ്മൾ അതിന്റെ ഉള്ളിൽ കയറ്റും ഞങ്ങൾക്ക് ആ എൻജോയ്മെന്റ് കൂടി ഞങ്ങൾക്ക് തന്നെ ഞങ്ങളെ പിടിച്ചാൽ കിട്ടില്ല അത് പിടിച്ചാൽ കിട്ടണം അതിലെ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം എങ്ങനെ ചെയ്യാ ഞാൻ പറഞ്ഞു കാരണം ഫസ്റ്റ് ടൈം എനിക്ക് തോന്നുന്നു നമ്മള് കൂടുതൽ ഫസ്റ്റ് ടൈം ആണ് ഇങ്ങനെ ഒരാളെ കല്യാണം നമ്മള് വെറുതെ അല്ലേ അസറോ വെറുതെ ആര് പറഞ്ഞു അല്ല ഓൻ പറയാ നിക്കണം എനിക്ക് വേണ്ടി ഈ ഒരു കാര്യം മാത്രം നിങ്ങളോട് ആവശ്യപ്പെടുന്നു നിങ്ങൾ ചെയ്ത് കാറ്ററിംഗിന്റെ ടീമിനെങ്കിലും മുട്ടിച്ചേരും ഞങ്ങൾ വിളമ്പിക്കൊണ്ട് ആയിക്കോട്ടെ എന്നാലും കുഴപ്പമില്ല നിങ്ങൾ അങ്ങനെയെങ്കിലും നമ്മളായിട്ട് ഒന്ന് സഹായിക്കും. അപ്പൊ ഇന്ന് നമ്മളെ പരിപാടി എന്തൊക്കെയാണ്? ഇന്ന് നമ്മുടെ പരിപാടി നമ്മൾ ഈ കത്ത് ആ മഹല്ല് കമ്മിറ്റിയിൽ ഒപ്പൊക്കെ ഇട്ടിക്കണേ ഇത് കൊണ്ടുപോയി കൊടുക്കും. പിന്നെ 1-2 സാധനം നമുക്ക് എടുക്കാണ്ട് ആ എടുത്തിട്ട് നമ്മൾ റിട്ടേൺ വരും. പിന്നെ വേറെ 1-2 കാര്യങ്ങളുണ്ട് നമ്മൾ കുറച്ചുണ്ട്. അല്ല ഇന്ന് നൈറ്റ് കല്യാണ തലേന്ന് പരിപാടി ഉണ്ടോ? ഇന്ന് പ്രത്യേകിച്ച് പരിപാടി ഒന്നുമില്ല. നിങ്ങൾ പ്ലാൻ ചെയ്തോളി, ഞാൻ ഉണ്ടാവില്ല. ഇന്ന് എന്തൊക്കെ പരിപാടി പ്ലാൻ ചെയ്ത് ഗൈസ് നമുക്ക് അനാന്റെ ഇതിൽ കാണാം. ചെയ്യരുതട്ടോ, അങ്ങനെ ചെയ്യരുത് നിങ്ങൾ. ഞാൻ എന്തായാലും വരൂല, ഒരു പരിപാടി ഞാൻ വരില്ല, അത് ഞാൻ പറഞ്ഞുതരാം. ഞാൻ വരൂല. അപ്പൊ നിങ്ങള് അസറോ ഇത് പൊളിക്കും. അപ്പൊ സുഹൃത്തുക്കളെ അസറുവിന്റെ കോസ്റ്റ്യൂം ആട്ടത് ഇതൊരു രക്ഷ ഉണ്ടാവില്ല. പക്ഷെ ഉള്ളത്തെ ടീഷർട്ടൊക്കെ മാറൂല, ആവില്ലല്ലോ. സുഹൃത്തുക്കളെ അപ്പൊ നമ്മളെന്താ നമ്മള് ബാസിലിനെ ഓനെ കൊടുത്താ മൈക്ക് ക്യാമറ ഒന്ന് എടുത്തരച്ചേ. ബാസിന് കിട്ടുക ഒന്നല്ല, ആദ്യത്തെ ഒരു കല്യാണ ചെക്കന് ചങ്ങായിമാർക്ക് വേണ്ടി ഡ്രസ്സ് എടുത്താനും ഒപ്പം പോയി കൊടുക്കണം അല്ലേ. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാസിൽ കുറേ നിയമങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കണം നാളത്തോൻ്റെ കല്യാണത്തിന്. അപ്പോൾ നമ്മളായിട്ടൊരു ഡ്രസ്സ് വാങ്ങിയിട്ട് അതിന് പോലും പറ്റാത്ത രീതിയിലായിട്ട് അവൻ്റെ മുഖം വാടണ്ടായി ഇരുത്തിയിട്ടാണ് ചെക്കനെ തന്നെ ഞാൻ കൊണ്ടുവന്നുകൊണ്ട് ഓനെ കൊണ്ട് ഇടിപ്പിക്കണത്. ബാസിൽ ഞാൻ എനിക്കൊരു വാക്ക് തരാൻ പോവാണ്. നാളെ ഞാൻ എന്നുള്ളൊരു വ്യക്തിയിൽ നിന്നും എൻ്റെ സുഹൃത്തുക്കളിൽ നിന്നോ യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളോ താങ്കൾക്കോ താങ്കളുടെ കുടുംബക്കാർക്കോ താങ്കളുടെ കെട്ടാൻ പോകുന്ന വധുവിൻ്റെ കുടുംബക്കാർക്കോ ഉണ്ടാകത്തില്ല എന്നുള്ളത് കാര്യം ഞാൻ ഉറപ്പുവരുത്താണ്. ഇനി അങ്ങോട്ടും ഞാൻ ഇങ്ങനെ ആയിരിക്കും, സൈലന്റ് വാലിയായിട്ട് ഇങ്ങനെ കീപ്പ് ചെയ്തുകൊണ്ട് ഞാൻ സൈലന്റ് ആകുമ്പോൾ നമ്മള് ജോർജിയയിലൊക്കെ ഉണ്ടല്ലോ വൺ ഓഫ് ദ അതായത് ഇത്ര വർഷത്തിന് ശേഷം ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു ക്രിസ്മസ് പരിപാടിയും ന്യൂ ഇയർ പരിപാടിയൊക്കെ ഉണ്ടാകുന്നത്. അതൊക്കെ ഒഴിവാക്കിയിട്ട് ഞാൻ എൻ്റെ കല്യാണം എൻജോയ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. എന്നിട്ടിപ്പോൾ ഇന്നാകണം സൈലൻ്റ് ആക്കി ഒതുക്കി. അപ്പം ഞാൻ അങ്ങനെ തന്നെ ജീവിക്കണേ. ഞാൻ എന്തൊരു വാക്ക് കൊടുത്തിരിക്കണോ അച്ചു എന്നിട്ടോ അത് അങ്ങനെയല്ല. അല്ല ഞാൻ ഡ്രസ്സൊക്കെ പറയണ മാതിരി ഇനിയിപ്പോ ഇതെന്താ ബില്ലാണല്ലോ ഇതോ വരന്റെ കൂട്ടുകാരായ ഹനാന്, അസറു, അർഷി, ജിംഷാദ്, ഷാനു, നബീല്, സൽമാന്, പിന്നെ അച്ചു, എല്ലാവരും ആത്മസംയമനം പാലിക്കണം. മാത്രമല്ല മഹല്ല് കമ്മിറ്റിക്കും പൊതുജനങ്ങൾക്കും ശല്യമുണ്ടാക്കുന്ന രീതിയിൽ നിങ്ങൾ പലതും പ്ലാൻ ചെയ്യുന്നതായി കമ്മിറ്റിക്ക് റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. ആയതിനാൽ നിങ്ങൾ ഇത്തരത്തിലുള്ള അലങ്കോല പരിപാടികൾ പ്ലാൻ ചെയ്താൽ പ്രസ്തുത വരന് ഈ മഹല്ലിലെ ഇന്ന ആളുടെ മകളെ നിക്കാഹ് ചെയ്ത് തരൂല എന്ന് പള്ളി കമ്മിറ്റി അറിയിച്ചു കൊള്ളുന്നു. ആലോചിച്ച് നോക്കി, അങ്ങനെയൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ ഞാൻ പെണ്ണിട്ട് അതിലങ്ങനെ നടക്കണ സീനൊക്കെ എനിക്ക് സഹിക്കും. അത് എനിക്ക് സഹിക്കും, അങ്ങനെ കുഴപ്പമൊന്നുമില്ല. എനിക്കും സഹിക്കുമോ? അച്ചോ ബാസിലെന്നെ ഓന്റെ കല്യാണത്തിന് കുറെ നിയമങ്ങളൊക്കെ കൊണ്ടുവന്നു. അല്ല ഞാൻ കോട്ടും സൂട്ടിടുക. അല്ല ഇത് ഒഴിവാക്കും, ഇതിപ്പോ വെറുതെ ഉള്ളത്തെ ടീഷർട്ടാ. അപ്പം ഇതാണ് ഞാൻ എന്താ കാട്ടാൻ പറഞ്ഞ മാർക്കത്ത് മറ്റേ ടൈയും കാര്യങ്ങളൊക്കെ കിട്ടാണ്ട് മറ്റേ ഇവിടെ ഉണ്ട് ഇറച്ചിപ്പീടിയെന്ന് ഒരു പോത്തിന്റെ തലയും കൈ പിടിച്ചാണ്ട് ഇങ്ങനെ നടക്കും. ഞാൻ പറഞ്ഞു ഇവന് ട്രഡീഷണൽ മറ്റേ സാധനമൊക്കെ വേണം, സ്റ്റാൻഡേർഡ് സാധനമൊക്കെ വേണം. കോട്ട് സൂട്ടൊക്കെ ഇട്ട് വരണം. കല്യാണത്തിനാണ് അത് ഞാനങ്ങോട്ട് അടിയിൽ പോയിട്ട് നിങ്ങൾ ഇന്റെ ടോപ്പ് സുഖിപ്പിക്കല്ലാരും. ഞാൻ പറഞ്ഞില്ലേ നാളെ മുതൽ അച്ചോ പഴയ അസുറ നിങ്ങൾ കാണുക. ഇന്നെ അടിച്ച് താത്തിയാണ് ഇനി മുതൽ ഞാൻ അങ്ങനെ തന്നെ ഭയങ്കര സങ്കടം കേട്ടോ. പിന്നെ വേറെ കാര്യം കൂടി ഉണ്ട്. ഞാൻ ജനുവരി 10 വരെ നിൽക്കാനുള്ള പരിപാടി ഉണ്ട്. ഞാൻ കല്യാണം കഴിഞ്ഞ് 29 ജലീബിന്റെ കൂടെ കഴിഞ്ഞിട്ട് 30 കയറാണ്. ഞാൻ കയറി ഞാൻ ഇവിടെ ഇങ്ങനെ ജീവിച്ചിട്ട് എന്താണ് എനിക്ക് നേടാനുള്ളത്? ആടാ നിങ്ങൾക്ക് എന്റെ പരിപാടി ഫുള്ള് മാന്റെ പേര് അലമ്പാക്കണ നിങ്ങൾക്ക് എല്ലാം നേടാനാവില്ലേ? നമ്മളൊക്കെ ഒരു അലമ്പന്മാര്. അല്ല അങ്ങനെയല്ല, അസുറച്ച് നല്ല കുട്ടിയാണ്, അലമ്പല്ലേ. ഞാൻ ഉദ്ദേശിക്കണ അങ്ങനെയല്ല. ജിർക്ക് എന്റെ മേത്തൊക്കെ ആകെ ചാടി ആകെ വരവില്ല ആകെ മുതലായത് ഒരു സ്കൈ ഡൈവ് ആണ്.
ഇരിക്ക് എന്താണ് ഈ മുടിയൊക്കെ ശ്രദ്ധിക്കേണ്ടി വരുമോ? പിന്നെ എന്റെ അർഷിന്റെ ഒപ്പം അച്ഛൻ്റെ ഒക്കെ സൗണ്ട് മെല്ലെ സംസാരിക്കും. സൗണ്ടിന് എന്തെങ്കിലും പറ്റുമോ? മെല്ലെ സംസാരിക്കും. മുടിയൊക്കെ വാർന്ന് ലെവലൊക്കെ നടക്കണ്ട സറോ. സുന്ദരമായി നിൽക്കും. ഞാൻ കല്യാണത്തിന് എന്താ വെച്ചോ ഈ താടിയൊക്കെ ഷേപ്പാക്കണം. കല്യാണത്തിന് നിങ്ങൾക്ക് മറ്റേ ഉള്ളിലേക്ക് കയറുന്നതിന് ബടന ആരെങ്കിലും ആവശ്യം ഉണ്ടാവും എൻട്രൻസിൽ. ഞാൻ ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ എന്തായാലും സൈലന്റ് ആയിട്ട് നിൽക്കല എന്റെ ആവശ്യം. സൈലന്റ് ആയിട്ട് നിൽക്കാനല്ല അറിയണത്. നമ്മളൊരു ഇതുണ്ട്, ഒരു ഇതുമില്ല. ആ ഇത് അതുകൊണ്ടാണ് ഞാൻ ബാസിനെ കൊണ്ടുവന്നത്. ഞാൻ അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ സർപ്രൈസ് ആയിട്ട് ഡ്രസ് കോഡൊക്കെ ഇടല്ലേ പോകാനല്ലേ. ഇനിയിപ്പോ അത് ഇനിയിപ്പോ നമ്മൾ ഡ്രസ് കോഡ് പുഷ്പ സ്റ്റൈലൊക്കെ എടുത്താൽ അവന് പറ്റാത്ത രീതിയിൽ ആണ്ടെടുത്തിട്ട് ഞാൻ ഓണത്തിനോട് കൊണ്ടുവന്നു. എനിക്ക് ചെടുത്തെന്നുള്ളതാണ്. ഞാൻ നിങ്ങൾക്ക് ഇതിനൊരു പകരം ഒരു സംഭവം സെറ്റ് ആക്കി. ഒന്നും വേണ്ടേ, ഞാൻ എൻജോയ് ചെയ്യൂല. ഞാൻ ഇങ്ങനെ ഇരിക്കും. അസറു ന്യൂസിൽ സൈലന്റ് ആണ്. ഈ അസറു മരിക്കാണ്. പുതിയ അസറു ആരാണോ ആരോ ഒരു ഉറുപ്പ്യ അയച്ചു. കല്യാണങ്ങളിൽ അസുർ ഇങ്ങനെ ആയിരിക്കും. എല്ലാ കല്യാണങ്ങളും അസുർ അങ്ങനെ പറയരുത്. കണ്ടോ അങ്ങനെ പറയുന്ന അർഷിന്റെ കല്യാണം പറയണ നമ്മൾ ചെയ്തു. എല്ലാവരുടെ കല്യാണത്തിന് അതിന്റെ ഉത്തരവാദി ഇജ്ജാണ്. അല്ല അങ്ങനെയല്ല, ഞാൻ ഇങ്ങനെ ആയിരിക്കും. അങ്ങനെയല്ല അസുറ ഞാൻ പറഞ്ഞത്. ഞാൻ എനിക്ക് പറഞ്ഞത് ഞാൻ ഉദ്ദേശിച്ചു. അപ്പൊ അസുറോ കൊറേ ആൾക്കാർ നമ്മളോട് എന്ത് ചോദിക്കണ്ടേ, കുട്ടിന്റെ പെണ്ണിന്റെ പേരെന്താ പെണ്ണിന്റെ പേരെന്താ വെച്ചു കൊറേ ദിവസമായിട്ട് ചോദിക്കണേ. അപ്പൊ ഇനിയിപ്പോ നാളെയാണ് പരിപാടി. ഇനിയിപ്പോ നമുക്ക് ഇത് ഇങ്ങനെ ഇതാക്കേണ്ട ആവശ്യമില്ല. ആടാ പരിപാടി ഉണ്ട്, ഒരാഴ്ച ആയിട്ടാണ് പെണ്ണിന്റെ പേര് പറഞ്ഞേ. അപ്പൊ എന്താ വെച്ചാൽ നമുക്ക് പേര് പറഞ്ഞു കൊടുക്കാം. അപ്പൊ പറഞ്ഞു കൊടുക്കാം, നമുക്ക് കാണിച്ചു കൊടുക്കാം. നമുക്ക് ഓരോ അക്ഷരങ്ങൾ പറഞ്ഞു കൊടുക്കാം. ലാസ്റ്റ് കൂട്ടി മാഷല്ലേ ഞാനും പോകും. അപ്പൊ കുട്ടികളെ അപ്പൊ തന്നെ ഒരു പറയും എന്നാണെന്ന് അറിയാം. അപ്പൊ ഈ സാധനം കാണിച്ചു കൊടുക്കാം നമുക്ക് അല്ലേ. അപ്പൊ സുഹൃത്തുക്കളെ നമ്മള് BGM ഇല്ലാത്തതുകൊണ്ട് BGM അസർ ഇടുന്നുണ്ട് കേട്ടോ. ഞാൻ അത് കാണിച്ചു കൊടുക്കുമ്പോ ഇവിടെ BGM ഇടണം. അത് എങ്ങനെയാണ് തുടങ്ങുന്നതിന്റെ? അതൊന്നും കുഴപ്പമില്ല, ഞാൻ പോട്ടെ. BGM അപ്പൊ അസർ ഇട്ട് നിൽക്കുകയാണ്. അപ്പൊ അതാണ് പേര്. അപ്പൊ പേരെന്താണ്? പേരപ്പൻ നശ്വ എന്നാണ് കേട്ടോ. വധുവിന്റെ പേര് നശ്വ, വരന്റെ പേര് ബാസിൽ സമാൻ എന്നാണ്. അപ്പൊ എല്ലാരും എന്ത് ചെയ്യാ, പ്രാർത്ഥിക്കുക. കുട്ടിന്റെ ഫോട്ടോ ഫോട്ടോ നാളെ കാണും. അപ്പൊ എന്താ വെച്ചാൽ പേര് കുറെ ആൾക്കാർ ചോദിച്ചോണ്ടാണ് നമ്മൾ പറഞ്ഞിരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പേര് പറഞ്ഞത്. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. പക്ഷെ ഇതിലൊരു സാധനം ഉണ്ട്. ഈ പേര് നിങ്ങൾ ആരെങ്കിലും എവിടെയെങ്കിലും കേട്ടിക്കണോ? ഇതിന്റെ ഒരു റീലുണ്ട്. അച്ഛൻ എടുത്താ ഇൻസ്റ്റാഗ്രാമിൽ കയറേണ്ടി എന്റെ അക്കൗണ്ട് എടുക്കുക. അതായത് ഞാൻ ഒരു എത്ര മാസം മുമ്പേ കാരണം ആ റീലെടുക്ക്. അത് സ്ട്രൈക്ക് ചെയ്യുന്ന ആൾക്കാർ ചിലപ്പോൾ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ കണ്ട ആൾക്കാർക്ക് ചിലപ്പോൾ പെട്ടെന്ന് കത്തിയിട്ടുണ്ടാവും ഞാൻ പറഞ്ഞപ്പോൾ തന്നെ. അല്ലാത്ത ആളുകൾക്ക് വേണ്ടി ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതാണത്. അതിൽ വോയിസ് ഇല്ലാതെ എടുത്തോ. ഇത് ഈ സാധനം അതിന്റെ വോയിസ് മ്യൂട്ട് ചെയ്തോ. മ്യൂട്ടാണ്. ആ വീഡിയോ കാണിച്ചു കൊടുത്താ കാണിച്ചു കൊടുക്കാം. അതിൽ ഞാൻ ഒരു ടൈപ്പ് ചെയ്തിട്ട് അത് സൗണ്ട് 0 ആക്കിയാൽ മതി. ആ മലന്റെ മേലെ ഇറങ്ങൂല പറഞ്ഞിട്ട് അതില് വേറെ കുറെ കണ്ടമാനം നശുണ്ട്. അപ്പൊ എന്താ വെച്ചാല് നമ്മൾ ഏകദേശം ഈ റീൽ ഇട്ടെന്ന് തന്നെ കുറെ ആൾക്കാർക്ക് മെസ്സേജ് ഈ സൈസ് എടുക്കാതാണല്ലോ. അപ്പൊ എന്താ വെച്ചാല് അപ്പൊ അന്ന് തന്നെ നമ്മള് വീട്ടുകാർ തമ്മിൽ സംസാരിച്ച് ഏകദേശം ഇത് ഓക്കെ ആയിരുന്ന സമയത്താണ് ഞാൻ വെറുതെ റീൽ ഇട്ടപ്പോ അന്ന് ഇത് ട്രെൻഡാണ്. ഇന്ന ആള് ഇത് പറയാതെ ഞാനത് ചെയ്യൂല. അതായത് ദുൽഖർ കമന്റ് ഇടാതെ ഞാൻ ഇനി പഠിക്കൂല അങ്ങനെയൊക്കെ പറയുന്ന അതിന്റെ ട്രെൻഡിന്റെ സമയത്താണ് ഈ ഒരു സംഭവം കളിച്ചിന് കേട്ടോ. അപ്പൊ അന്ന് ഞാൻ ഇട്ട് കാര്യങ്ങളോട് എത്തും. അപ്പൊ എന്താ വെച്ചാൽ അന്ന് ഈ റീലിട്ട് ഒരു 5-8 മാസം മുമ്പേ കാരണം. അപ്പൊ അന്ന് വീട്ടുകാർ തമ്മിൽ സംസാരിച്ചൊക്കെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷമാണ് ഞാൻ ആ റീല് അതിൽ നശ്വ ഇതിൽ കമന്റ് ഇടാൻ ഇടൂല, ഈ മലവന്റെ മേലെ നിന്ന് ഇറങ്ങൂല ഒക്കെ പറഞ്ഞാണ്ട് ഇതാക്കിയത്. അപ്പൊ പേര് നമ്മൾ പറഞ്ഞു ആ റീലിൽ നമ്മൾ ഫേക്ക് എല്ലാത്തിലും ഫേക്കാണ്. ഞാൻ അന്നും ഇന്നും സുഹൃത്തുക്കളെ ഒന്നും അവസാനിച്ചിട്ടില്ല. ഇത് ചരിത്രം അറിയാത്തവരുടെ വ്യാമോഹം മാത്രമാണ് എല്ലാം അവസാനിച്ചു എന്നുള്ളത്. ബാസിൽ ഫുൾ അഭിനയിക്കണം. ഇതിനൊക്കെ കറക്റ്റ് കൊടുത്തിന് ഷാനൊക്കെ. അങ്ങനെ അവർ അതായത് 31 വീക്ക് മുന്നേട്ടോ സുഹൃത്തുക്കളെ ബാസിൽ വെഡ്സ് നശ്വാന്ന് അന്നാരും മൈൻഡ് ചെയ്തില്ല. അങ്ങനെ ആരൊക്കെ ഇട്ടീനി.
അപ്പോൾ അങ്ങനെ നമ്മൾ ഇതായിക്കാണ്. അപ്പോൾ നമ്മളെ ഇന്ന് ഇപ്പോൾ നമ്മൾ നിക്കാഹ് തലേന്നായതുകൊണ്ട് നമ്മൾ നമ്മളെ സ്വന്തം നബുഹാൻ്റെ ഇടക്കരല്ല നമ്മളെ ഹബ് ഫാക്ടറിക്ക് വന്നിക്കാണ്ടോ. നമ്മളെ ഫ്രണ്ടാണ് നബുഹാന്. ഈ കമന്റ് നാളെ ഞാനും റീലിടാൻ പോവാ. ആയിഷ ഈ റീലിന് കമന്റ് അങ്ങനെ അങ്ങനെ റിവീൽ ചെയ്യണ്ടോ പറച്ചാലോ നമുക്കറിയില്ല. അയ്യോ ചെയ്യും ഡോണ്ട് വറി, അത് നമ്മൾ എഡിറ്റ് ചെയ്യും. അപ്പോൾ എന്താ വെച്ചാൽ ഇങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ നബുഹാൻ്റെ ഷോപ്പിക്ക് കുറച്ച് സാധനങ്ങൾ എടുക്കാൻ വന്നതാണ്. അതായത് കുറച്ച് കല്യാണ സാധനങ്ങളല്ല, നമുക്ക് കുറച്ച് വാച്ച്, ഷൂ അങ്ങനത്തെ സംഭവങ്ങൾ എടുക്കാൻ വേണ്ടി. അപ്പോൾ നമ്മളെ ചെക്കന്മാരെല്ലാവരും നമ്മുടെ നാട്ടിലെ ഷോപ്പാട്ടെ, ഇടക്കരയാണ് ഷോപ്പ്. അച്ചുമോതിരം എടുത്തോ അസുറോ, ഇരിക്കുമ്പോൾ ശ്രദ്ധിച്ചിരിക്കും, ഒന്നും പറ്റില്ലേ, വളരെ സൂക്ഷിച്ചിരിക്കുക. ഞാൻ തരുമോ ചെരുപ്പ്? ഞാൻ തരുമോ? ഇത് പിടിച്ചാ അച്ചോ, ഇടല്ലേ ഞാൻ തരും. കണക്ക് ഞാൻ തരൂല മുത്തേ. ഇതിന്റെ എനിക്ക് തോന്നുന്നില്ല. ഞാൻ തരും. ചെരുപ്പോ സോക്സൊക്കെ ഞാൻ തരില്ല മുത്തൻ. പിന്നെ എന്തിനാ ഞാൻ? വെള്ളമാണോ? അയ്യോ വെള്ളം പോകുമ്പോ എന്തരാ മിനറൽ വാട്ടർ പോരെ? ഡയറ്റ് സീറോ കോള. ഷൂസ് എടുത്തോ? എന്താ എടുത്തോളൂ? ബാസിന്റെ വകയുണ്ടോ? ഇവിടെ വന്നപ്പോ തുടങ്ങിയേ എന്താ ഒന്നും വേണ്ട. ബാസിലെന്താ പറയാ, ബാസിലിന് ആകെ സങ്കടം നാളെ ഇതൊക്കെ ചെയ്ത് കൊടുത്തിട്ടാ. പണ്ടത്തെ പടത്തില് എനിക്ക് വേണോന്ന് ആ ഒറിജിനൽസ് തന്നെ കാണിച്ചു കൊടുക്കട്ടോ. അമേരിക്ക കൊണ്ടാ വേണ്ടിയുണ്ട്. സന്തോഷം പറഞ്ഞില്ലേ? സന്തോഷം. ഇത് കറക്റ്റാ. സുന്ദര കുട്ടപ്പനായിട്ട് ഇത് കറക്റ്റ്. ഇതൊരു 10 രൂപയ്ക്ക് ഉണ്ട്. സെറ്റാണ്. എടുത്തോ. അപ്പൊ സുഹൃത്തുക്കളെ, നമ്മളെ നബുഹാന്റെ ഷോപ്പാണിത്. ഷോപ്പ് ഒന്ന് കാണിച്ചു കൊടുത്താൽ ആദ്യം. ഷോപ്പ് മൊത്തം ഇതെന്താ വെച്ചാൽ നമ്മളെ ഇടക്കരല്ല നമ്മളെ ഷോപ്പാട്ടോ, ഹബ് ഫാക്ടറി. ഓൺലൈൻ പേജും ഉണ്ട് ഹബ് ഫാക്ടറി പറഞ്ഞിട്ട്. നമ്മളൊക്കെ ഒരുവിധം നമ്മളെ ഉപയോഗിക്കുന്ന സാധനങ്ങളൊക്കെ നമ്മൾ ഇവിടുന്ന് തന്നെ എടുക്കൽ. നമ്മളെ സ്വന്തം ഫ്രണ്ടാണ്, നമ്മൾ കുറേ കാലങ്ങളായിട്ട് നമ്മൾ പരിചയമുള്ള ഫ്രണ്ടാണ്. അപ്പോൾ അവൻ്റെ ഷോപ്പ് ഉണ്ടെങ്കിൽ നമ്മൾ അവൻ്റെ ഷോപ്പിൽ തന്നെയാണല്ലോ എടുക്കുക. അപ്പോൾ എന്താ ഷൂ ഉണ്ട്, ചെരുപ്പുണ്ട്. നിങ്ങൾക്ക് ഒരു ആൾക്ക് വേണ്ട ഒരുവിധപ്പെട്ട ചെക്കന്മാർ ഉപയോഗിക്കുന്ന സാധനങ്ങൾ മൊത്തം ഉണ്ട്. പെൺകുട്ടികളുണ്ടോ? ഇല്ല, ഫുള്ള് ജെൻസിൻ്റെ സാധനങ്ങൾ കംപ്ലീറ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വരാം. അതേപോലെ നിങ്ങൾക്ക് ഹബ് ഫാക്ടറിൻ്റെ പേജിൽ നോക്കിയാൽ അതിൽ സാധനങ്ങളൊക്കെ പറഞ്ഞാൽ എത്തിച്ചു കൊടുക്കൂലേ, അതൊക്കെ ഉണ്ട് കേട്ടോ. ഹബ് ഫാക്ടറി അത് അടിച്ചു നോക്കിയാൽ ഓൾ ഓവർ ഇന്ത്യ ഡെലിവറി കേട്ടോ. അപ്പോൾ എന്താ വെച്ചാൽ സംഭവങ്ങളൊക്കെ നിങ്ങൾക്ക് ഏതായാലും സെലക്ട് ചെയ്ത് പേജിലേക്ക് അയച്ചാലും നിങ്ങൾക്ക് സംഭവങ്ങൾ തരും. അപ്പോൾ നമ്മളെ സ്വന്തം ആൾക്കാരെ വേണ്ടി നമ്മളിതൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. അതായത് നമ്മൾ ഈ ഒരു കല്യാണവുമായി ബന്ധപ്പെട്ട് നമ്മൾ പർച്ചേസ് ചെയ്യണവും കാര്യങ്ങളൊക്കെ നമ്മളെ സ്വന്തം ആൾക്കാരെ അടുത്തുനിന്നാണ്. എനിക്കെന്താ വെച്ചാൽ നിങ്ങൾ ഹാപ്പി ആയിട്ട് കണ്ടാൽ മതി. എനിക്ക് ഇങ്ങനെ കുറേ നേരമല്ലോ ടയർഡ് ആവില്ല ഇങ്ങനെ നടന്ന. ഇരിക്ക്, കുറച്ചേരം ഇരിക്ക്, അവിടെ ഇരിക്ക്. എന്നാ അച്ചോ ഇവിടെ ഇരുന്ന് നോക്ക്. എന്നാ ഇവിടെ ഇരിക്ക്, ഇവിടെ ഇരുന്ന് ചെയ്ത് നോക്ക്. ഇവിടെ ഇരിക്ക്, കസാര ഇരിക്ക്. സൽമാനോടെ പോയി ഇരിക്ക്. നാളൊക്കെ ക്ഷീണിക്കും. പറയണ കേൾക്ക്. ജ്യൂസ് റെഡിയാക്കി അടക്ക്. എടാ ഞാൻ എടുത്തോണ്ട് അല്ല ഇതിന്റെ ഒരു ഇതാണ്. പ്ലീസ് കാലോച്ചാ അല്ല വലതും ഇടതും മാറാണല്ലോ ഇടുന്നത്. അല്ല ഇത് വലത് തന്നെയാണ്. ഇത് കൊള്ളില്ല. ലൈസ് ഒന്ന് ലൂസ് ആക്കിയാൽ മതി. എന്തോ ഇന്ന് നേരത്തെ കടന്നുറങ്ങണം കേട്ടോ. ഫുഡൊക്കെ വീട്ടിലുണ്ട്. വരിക, കഴിക്കുക. ഒരു സൽമാനെ ഉറക്കൊന്നും കളയരുത്, ക്ഷീണിക്കരുത്, ഒക്കെ ശ്രദ്ധിക്കട്ടോ. ആസറോ ഉറക്കൊന്നും വരരുത് കേട്ടോ. കുളിക്കല് ഒറ്റ കുളിക്കൂലേ കേട്ടോ. ഒക്കെ കൈകാര്യം ചെയ്യാം. ഇനി വേണമെങ്കിൽ വിളിച്ചോണ്ട് ഐസ് ബാത്തൊക്കെ റെഡിയാക്കാം. ഒക്കെ നമ്മൾ റെഡിയാക്കും. അതിനല്ലേ ഞാന് പിന്നെ വർക്കൗട്ടിന് സ്പെഷ്യൽ ജിം എല്ലാം സെറ്റ് ചെയ്ത് തരും. ഓ
ഇരിക്ക് ക്ഷീണിക്കും ഇരിക്ക് നാളെ പരിപാടി ഇല്ലേ യാത്ര ചെയ്ത് വരല്ലേ എന്താ വേണ്ടേ ഇത് കൊറേ നേരം നിന്ന് നോക്കണം ഒന്ന് ഇരുന്ന് നോക്കി നോക്കാം ഞാൻ ഇരിക്കാം എവിടെ ഇരിക്ക് ഇത് നല്ല രസം നമ്മുടെ ചെക്കന്മാരെല്ലാരും അല്ലേ സാധനമൊക്കെ എടുത്ത് ഹാപ്പി അല്ലേ ഷൂടുത്ത് മനസ്സിലായിട്ടില്ല നമുക്ക് ഇതിപ്പോ എന്തിനാണ് ഞങ്ങൾ പറഞ്ഞിട്ടില്ല ഈ നന്ദിയൊക്കെ നാളെ കാട്ടിയാ മതി അവിടെ റോൾസ് റോയ്സ് വാങ്ങി തന്നാലും ഞാൻ കംപ്ലീറ്റ് ഹാപ്പി ആവില്ല കല്യാണത്തിന് ഞാൻ വിചാരിച്ച രീതിയിലുള്ള എൻജോയ്മെന്റ് അത് ഞാൻ ചെയ്യും അപ്പേ ഈ ഷൂ തന്നെ ഇട്ടിട്ട് ചെയ്യണം നമുക്ക് പടക്കൊക്കെ ഇറങ്ങി വരുന്നാണ്ട് പറയരുത് കേട്ടോ അത് ഷൂ ഇട്ടുകാണ്ട് ഞാൻ ചെയ്യും ഞാനേ ഒലക്കൊണ്ടടിച്ചിലേക്ക് ഇറങ്ങാം അപ്പൊ സുഹൃത്തുക്കളെ നമ്മളെ നെബുവാന്റെ ഫാക്ടറി നമ്മൾ ഫുൾ സാധനം പർച്ചേസ് ചെയ്തിക്കണേ നമുക്ക് ചെക്കന്മാർക്കൊക്കെ എടുത്തിക്കണേ ഇതാക്കണേ ഫുൾ സാധനം ഉണ്ട് അപ്പൊ നമ്മൾ എടുത്തോണ്ട് പോവാണ് അപ്പൊ നമുക്ക് സാധനങ്ങളൊക്കെ തന്നെ നെബുവാന് താങ്ക് യു മണവാള ഞാൻ കമ്മിറ്റിയുടെ പേരിൽ ഒരു ഹൃദയം നിറഞ്ഞ നന്ദി. അതെ അപ്പൊ എല്ലാവരും കാണട്ടോ അപ്പൊ എന്താ ചെയ്യാ സാധനങ്ങളൊക്കെ വേണമെങ്കിൽ എല്ലാവരും നമ്മളെ നെബുവാന്റെ അടുത്ത് കയറണം നമ്മുടെ ചെക്കന്മാരെല്ലാവരും സപ്പോർട്ട് ചെയ്യട്ടോ ഇടയ്ക്കരയാണ് അല്ല ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞേ ചെക്കന്മാർക്ക് ആവശ്യമില്ല എല്ലാ സാധനവും ബെൽറ്റ് ഗ്ലാസ് വാച്ച് ഷൂ ചെരുപ്പ് തൊപ്പി എല്ലാ സംഭവങ്ങളും മോതിരം എല്ലാ സംഭവങ്ങളും ഇവിടെ ഉണ്ട് ഗ്ലാസ് ഒക്കെ ഉണ്ട് അപ്പം എന്താ വെച്ചാൽ നമ്മളിവിടെ ഇടയ്ക്കര മലബാറിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ രണ്ടാമത്തെ വലിയിലാണ് ഹബ് ഫാക്ടറി സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ സാധനങ്ങൾ ആവശ്യമില്ലൊക്കെ വരിക നിങ്ങൾക്ക് വേണ്ട സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യുക നല്ല ബെസ്റ്റ് റേറ്റിൽ തന്നെ നമ്മൾ ചെക്കൻ ചെയ്തു തരും ഓക്കെ അപ്പോൾ നമ്മൾ ഇങ്ങനെയൊക്കെ എടുത്ത് തന്നെ നമ്മൾ ഇറങ്ങുകയാണ് അപ്പോൾ എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ഇവർക്കൊക്കെ നല്ല ബുദ്ധി തോന്നിപ്പിക്കണേ എന്ന് ഞാൻ പഠിച്ചവരോട് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ വ്ളോഗ് അവസാനിപ്പിക്കുകയാണ് താങ്ക്